നമസ്കാരം. ചിലരുടെ അത്ഭുതം മറ്റു ചിലരുടെ ആക്ഷേപമായി മാറുന്നതാണ് ഇന്നത്തെ സെയിൽ കമന്ററിയിലെ ആദ്യ റിപ്പോർട്ട്. രണ്ട് കത്തുകളാണ് ഇന്നലെ വായിച്ച രണ്ട് കത്തുകളാണ്, റിയാക്ഷൻസ് ആണ്. ബെൻ ഫെർണാണ്ടസ് ആണ് ഒരു കാര്യം എഴുതിയത്. വിഴിഞ്ഞം വരുന്നതിന് മുമ്പ് ഡ്രാഫ്റ്റ്, TU എന്നീ വാക്കുകൾ വാർത്താ മാധ്യമങ്ങളിൽ വരുന്നത് ജനങ്ങളെ പഠിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അപ്പോൾ കേരളത്തിൽ ഇതിനു മുൻപ് പോർട്ട് ഇല്ലായിരുന്നു, അതോ ഉള്ളതും ഇല്ലാത്തതും കണക്കായിരുന്നു? ഒന്നിന് പാരവയ്ക്കാൻ കുറെ പേർ ഇറങ്ങിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ, ഞാൻ പേര് വായിക്കുന്നില്ല, കാരണം അങ്ങനെ ആക്ഷേപിക്കുവാൻ, അങ്ങനെ പേരെടുത്ത് പറഞ്ഞ് ആക്ഷേപിക്കുവാൻ സെയിൽ കമന്ററി തയ്യാറല്ല. പക്ഷേ മൊത്തത്തിൽ എല്ലാവർക്കും കണക്കിന് കൊടുക്കണം എന്നുള്ളതാണ് ഇന്നത്തെ റിപ്പോർട്ടിന്റെ പ്രധാന ഉദ്ദേശം. അപ്പോ ബെൻ ഫെർണാണ്ടസിന് മറുപടി പറയുന്ന ആൾ ആരാണെന്ന് അറിയണമെങ്കിൽ പ്രേക്ഷകർ തന്നെ അതൊന്ന് ഫ്രീസ് ചെയ്ത് ക്ലോസ് സൂം ചെയ്തൊക്കെ നോക്കുക. അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ്: ഡ്രാഫ്റ്റ് ആൻഡ് TU എന്നൊക്കെ ഷിപ്പ് മേഖല അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഇന്നലെ കപ്പൽ കണ്ടവർക്കാണ് ഇതൊക്കെ അത്ഭുതം പോലെ ആവുന്നത്. അടിയറ സിമ്പിൾ. അപ്പൊ ഞങ്ങള് 150 വർഷങ്ങളൊക്കെ ആയിട്ട് ഈ കപ്പലുകൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കാണുന്നത് കപ്പലാണോ വേറെന്തെങ്കിലും ആണോ എന്ന് TRVയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് ഇരിക്കുന്ന ആരും പറയുന്നില്ല, അല്ലെങ്കിൽ TRVയെ സ്നേഹിക്കുന്ന ആരും പറയുന്നില്ല. ഞങ്ങൾ ഇതുവരെ കണ്ടത് എന്താണെന്ന്. വെറുതെ വടി കൊടുത്ത് അടി മേടിക്കരുതെന്ന് പണ്ട് പലരും പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നതല്ല. TRVയിൽ ഇരിക്കുന്നവർ, TRVയെ സ്നേഹിക്കുന്നവരൊക്കെ നിസ്സാരക്കാരാണ്. ഞങ്ങളാണ് നൂറ്റാണ്ടിന്റെ ആളുകൾ, ഞങ്ങൾ കാണുന്നതും ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നതുമാണ് കപ്പലുകൾ എന്നുള്ള ഒരു ധാരണ വെച്ചു പുലർത്തുന്ന ആളുകൾ മിക്കവാറും ദിവസങ്ങളിൽ സെയിൽ കമന്ററിയിൽ വന്ന് കാഷ്ടിച്ചു പോകാറുണ്ട്. നിങ്ങൾക്ക് അതിനെന്തെങ്കിലും യോഗ്യതയുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ ഈ 100 കൊല്ലമായി ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുകയായിരുന്നു, രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുകയായിരുന്നു. ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞ 30 വർഷം ഇന്നത്തെ ഒരു മന്ത്രി അടക്കം ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കുവാനും തകർക്കുവാനും ശ്രമിച്ചത് ജനങ്ങളുടെ ശക്തി കൊണ്ട് മാത്രം. ഞാൻ പറയുന്നത് ജനങ്ങൾ, കേരളം മുഴുവനുമുള്ള ജനങ്ങൾ, കേരളീയരല്ലാത്തവർ എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു വലിയ യുദ്ധത്തിനൊടുവിലാണ് ഈ പോർട്ട് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത്. അങ്ങനെയുള്ള പോർട്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ, ബെൻ ഫെർണാണ്ടസിനെ പോലുള്ളവർ പറയുമ്പോൾ അവരെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഇന്നലെ കപ്പൽ കണ്ടവർക്ക് ആണ് ഇതൊക്കെ അത്ഭുതം പോലെ ആവുന്നത്. അപ്പൊ ഞങ്ങളുടെ പോർട്ടുകളിൽ വന്നു പോകുന്നത് എന്താണെന്ന് അറിയണമല്ലോ. TRVക്കാരല്ല പറയുന്നതെന്ന് പ്രത്യേകം എടുത്തു പറയണം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പോർട്ടുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു പോർട്ടിൽ നിന്ന് ഒരു കപ്പൽ കൊളംബോയിലോട്ട് ചെല്ലുന്നു. കൊളംബോയിൽ നിന്ന് പിന്നെ അത് മൊംബാസ, ഇവിടെ TRVയിൽ വരുന്ന പോർട്ടാണ് മൊംബാസ, കെനിയയില്. ഈ മഹത്തായ പോർട്ടുകളുടെ അവിടെ നിന്ന് പോയ കപ്പലിന് അവരിട്ടിരിക്കുന്ന പേര് ബാർജ് എന്നാണ്. ഫീഡർ വെസൽ എന്ന് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് പോകുന്ന എല്ലാ കപ്പലുകളെയും ഫീഡർ എന്ന് പ്രത്യേകം എഴുതി കാണിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ബാർജ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് പോയ ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനലിൽ നിന്നൊക്കെ പോയവരിൽ നിന്ന് അവരെഴുതി വെച്ചിരിക്കുന്ന ബാർജാണ്. അപ്പൊ ഇവിടെ നിന്ന് പോയ അത്ഭുതം ഒട്ടും തോന്നാത്ത ആളുകളുടെ നാട്ടിൽ നിന്ന് പോകുന്ന കപ്പലിന്റെ കോലം എന്താണെന്ന് കണ്ടല്ലോ. കൊളംബോക്കാരൻ, TRV അല്ല എഴുതിയത്, കൊളംബോക്കാരൻ എഴുതി വെച്ചിരിക്കുകയാണ് ബാർജ് അറൈവൽ, കൊളംബോയിൽ എത്തിച്ചേർന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ നാട്ടിൽ നിന്ന് പോകുന്നത് വെസൽ, കൊളംബോയിൽ നിന്ന് വെസൽ ഡിപ്പാർച്ചർ ഡേറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് ആ വെസൽ മൊംബാസയിൽ അറൈവൽ. ഇപ്പൊ മൊംബാസയിലോട്ട് പോകുന്നതോ ഒന്നുമല്ല കഥ, അത് പിന്നീട് വരാം. ഇവിടെ നിന്ന് നൂറ്റാണ്ട് പഴക്കമുള്ള ചക്രവർത്തിമാരുടെ പോർട്ടുകളിൽ നിന്ന് പോകുന്നതിന്റെ കോലമാണ് തൊട്ടടുത്ത് കൊളംബോക്കാരൻ എഴുതി വെച്ചിരിക്കുന്നത് ബാർജ് എന്ന്. നാണമില്ലേ നിങ്ങൾക്ക്? എപ്പോഴും വന്ന് TRVയെ തെറി പറയാൻ വേണ്ടി നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങളുടെ പോർട്ടിന്റെ കോലം എന്താണെന്ന് മനസ്സിലായോ? ബാർജ് ഓടിക്കുന്ന പോർട്ടാണ് ബാർജ്. ബാർജിനെ കുറിച്ച് സായിപ്പ് പറയുന്നതോടെ പറയാം.
A barge is a flat-bottomed boat or vessel that is used for transporting heavy goods, particularly over short distances. Barges are often used in rivers, canals and coastal areas for carrying cargo. അപ്പൊ ഇങ്ങനെയുള്ള ബാർജാണ് നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ കൊളംബോക്കാരൻ നിങ്ങളെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. ഞങ്ങൾക്ക് അതിലൊന്നും ഒരു അത്ഭുതവും തോന്നുന്നില്ല. അപ്പൊ ഇങ്ങനെ സ്വന്തം പല്ല് കുത്തി നാറ്റിച്ചുകൊണ്ട് TRVയെ തെറിവിളിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവർ ഈ രാജ്യത്ത് ഒറ്റുകൊടുക്കുന്ന ചാരന്മാരാണെന്ന് സെയിലിംഗ് കമന്ററി 100 തവണ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും ആവർത്തിക്കുകയാണ്. കാരണം സ്വന്തം നാടിന്റെ അവസ്ഥ എന്താണെന്ന് വീണ്ടും വീണ്ടും വിളിച്ച് പറയിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾ ഇത്തരം പ്രതികരണത്തിലൂടെ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. വടി തന്ന് ബാക്കി പ്രേക്ഷകർ തന്നെ പൂരിപ്പിക്കുക. ഇനി ഈ മുംബാസ കഥ കൂടി പറയാം. ഇവിടെ നിന്ന് കൊണ്ടുപോയി ബാർജിൽ കൊണ്ടുപോയി കൊളംബോയിൽ കൊടുത്ത് കൊളംബോയിൽ നിന്ന് മുംബാസയിൽ എത്തിക്കാൻ ഏകദേശം 21 ദിവസം വേണം. ഈ കലാപരിപാടിയൊക്കെ കഴിഞ്ഞ് ഇത് ഈ കണ്ടെയ്നർ ട്രാക്ക് ചെയ്യുന്നതിലാണ് ഇത് മനസ്സിലായത്. പഴനിയിൽ നിന്നുള്ള ഒരു കണ്ടെയ്നർ ട്രാക്ക് ചെയ്തപ്പോൾ, പേര് പറയാത്ത ഒരു സുഹൃത്ത് അയച്ചു തന്ന കണ്ടെയ്നർ ട്രാക്ക് ചെയ്തപ്പോഴാണ് ഈ കള്ളത്തരങ്ങളും ഈ അപമാനവും ഇന്ത്യക്കാരനെന്നുള്ള നിലയ്ക്ക് എനിക്കും എന്നെ പോലുള്ള കോടിക്കണക്കിന് ജനങ്ങൾക്കും അപമാനമാണ് കൊളംബോക്കാരൻ ബാർജ് എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് പോകുന്ന ഇന്റർനാഷണൽ പോർട്ടുകളിൽ നിന്ന് പോകുന്നത് ബാർജാണെന്ന് എഴുതി വെക്കുന്നത് നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. അതിന്റെ പ്രതികാരമാണ് TRVയിൽ നിന്ന് മദർ വെസലുകൾ മത്സരിച്ച് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുംബാസയിലേക്ക് പോകാൻ ഇന്റർനാഷണൽ പോർട്ടിൽ നിന്ന് കൊളംബോയിൽ എത്തുന്ന ബാർജിൽ നിന്ന് കയറ്റി മുംബാസയിലെത്താൻ 21 ദിവസമാണെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് പരിശോധിക്കാം. MSC കെയ്റോ എന്ന് പറയുന്ന കപ്പൽ മുംബാസയിൽ നിന്ന് TRVയിൽ എത്തിയിട്ടുണ്ട്. വെറും 9 ദിവസം. TRV മുംബാസ ദൂരം 2359 നോട്ടിക്കൽ മൈൽ. 10 നോട്ട് സ്പീഡിൽ ഓടുകയാണെങ്കിൽ 9 ദിവസവും 19 മണിക്കൂറും. 9 ദിവസവും 19 മണിക്കൂറും. ഈ സാഹചര്യത്തിലാണ് ബാർജിൽ എത്തിച്ച കാർഗോ കണ്ടെയ്നർ 21 ദിവസം കൊണ്ട് മുംബാസയിൽ എത്തിക്കുന്നത്. കത്തെന്താണ്? ഡ്രാഫ്റ്റ് TO എന്നൊക്കെ ഷിപ്പ് മേഖല അറിയാവുന്ന എല്ലാവർക്കും അറിയാം. ഇന്നലെ കപ്പൽ കണ്ടവർക്കാണ് ഇതൊക്കെ അത്ഭുതം പോലെ ആവുന്നത്. ഞങ്ങൾ ബാർജ് ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങൾ കപ്പൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. മദർ വെസലുകൾ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ ബാർജ് ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് TRVയെ നശിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന സകല രാജ്യദ്രോഹികളെയും ഞങ്ങൾ ഒരു മുന്നറിയിപ്പായി ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. ഗേറ്റ് ഇനിയും തുറക്കരുത് നിങ്ങൾ. ശ്രീനാഥ് തെളിവ് നിരത്തുകയാണ്. ശ്രീനാഥ് 25-ാം തീയതി ഫോട്ടോ എടുത്ത കണ്ടെയ്നറാണ്. ഇവിടെ നിന്ന് TRVയിൽ നിന്ന് വടക്കോട്ട് പോവുകയായിരുന്നു. TRVയിൽ നിന്ന് പാറശാല ഭാഗത്തു നിന്നാണ്. അവിടെ നിന്ന് വടക്കോട്ട് ഏതെങ്കിലും ഫിഷിംഗ് എക്സ്പോർട്ടറിന്റെ ആയിരിക്കാം. എന്തായാലും വടക്കോട്ട് പോയിട്ട് ഉടനെ തന്നെ തിരിച്ച് 26-ാം തീയതി തൂത്തുക്കുടിയിലെത്തുന്നു. നേരെ തൂത്തുക്കുടി പോകുന്നു. പിന്നെ ഞാൻ ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ ഇന്നലെ നമ്മുടെ മുമ്പിൽ കൂടി ആ കണ്ടെയ്നർ കയറ്റിയ കപ്പൽ കൊച്ചിയിലോട്ട് പോകുന്നു. ഗേറ്റ് തുറക്കരുത് നിങ്ങൾ. തൂത്തുക്കുടിയിൽ നിന്ന് കൊച്ചിയിലോട്ട് പോകുന്നു. ഇനി കൊച്ചിയിൽ നിന്ന് TRVയിലോട്ട് വരും. ഒരാളെ ഒരു വ്യവസായിയെ കുത്തുവാള എടുപ്പിക്കാൻ ഇതിൽ കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ? ആദ്യം TRVയിൽ ഇരിക്കുന്ന കണ്ടെയ്നർ തൂത്തുക്കുടിയിൽ പോകുന്നു. തൂത്തുക്കുടിയിൽ നിന്ന് കപ്പൽ കയറുന്നു. ആ കപ്പൽ നമ്മുടെ മുമ്പിൽ കൂടി TRVയുടെ മുമ്പിൽ കൂടി കൊച്ചിയിൽ പോകുന്നു. കൊച്ചിയിൽ നിന്ന് വീണ്ടും TRVയിൽ വരുന്നു. TRVയിൽ വന്നിട്ട് അതിവിടെ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് 2-ാം തീയതി ഇവിടെ വരുന്ന MSC വേഗ എന്ന് പറയുന്ന കപ്പലിൽ വെലൻസിയയിലോട്ട് പോകുന്നു. ഞാൻ ആ പടം വരയ്ക്കുമ്പോൾ ഒരു ഴാ പോലെ നമ്മളെ കുഴയ്ക്കുന്നതാണ് ഈ കണ്ടെയ്നർ ട്രാക്കിംഗ്. അപ്പൊ ഇനി നിങ്ങൾ ഇനിയും ഗേറ്റ് തുറക്കരുത്. ഇതുപോലെ വ്യവസായികളെയും ഴായിലൂടെ ഇട്ട് കറക്കി തിരിച്ച് അവരെ നശിപ്പിക്കണം. ഈ രാജ്യത്തെയും ഴായിലൂടെ ഇട്ട് കറക്കി തിരിച്ച് നിങ്ങൾ നശിപ്പിക്കണം എന്നുള്ളതിന്റെ തെളിവാണ് ശ്രീനാഥ്. ഇപ്പോ വെലൻസിയയിലോട്ട് പോകാൻ 26 ദിവസം. TRV വെലൻസിയ 26 ദിവസം. ഇവിടെ 8 ദിവസം ഇതിനകം തൂത്തുക്കുടി TRV തൂത്തുക്കുടി കൊച്ചി തിരിച്ച് TRVയിലൂടെ 8 ദിവസം. 26 ദിവസം കൊണ്ട് വെലൻസിയയിൽ എത്തിക്കാനുള്ള കപ്പലുകൾ, അത്ഭുതം, പലർക്കും അത്ഭുതമെന്ന് തോന്നുന്ന കപ്പലുകൾ ഇപ്പോഴും ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്.